നമസ്കാരം. ഡോക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. 7ാം ക്ലാസ് പാസ്സായവർക്കുള്ള അവസരമാണ്. കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനികളിലെ, കോർപ്പറേഷനിലെ, ബോർഡുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഡിസംബർ 3 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള സർക്കാരിന്റെ 2025 ഒക്ടോബർ 30 കേരള ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 423/2025 എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതില് കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനികളിലെ, കോർപ്പറേഷനിലെ, ബോർഡുകളിലാണ് ഈ ലാസ്റ്റ് ഗ്രേഡ് സെർവന്മാരുടെ ഒഴിവുള്ളത്. ശമ്പള സ്കെയില് അതാത് കമ്പനികളിലും ബോർഡുകളിലും ആണ് ഫിക്സ് ചെയ്യുന്നത്. അത് പലതിലും വേരി ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നുള്ളതാണ്. വിവിധ കമ്പനികളും കോർപ്പറേഷനും ഉള്ളതുകൊണ്ട് കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന ഒഴിവുകളൊക്കെ നികത്തുന്ന ഈ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കി എന്തായാലും കുറെ ഒഴിവുകൾ നമുക്ക് അതിൽ പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം കുറച്ച് നാളായി നോട്ടിഫിക്കേഷൻ വന്നിട്ട് നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 5 വർഷവും, OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളം ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിനുവേണ്ടി യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിൽ, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ വനിതകൾക്കും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് സൈക്ലിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും മെയിൽ കാൻഡിഡേറ്റ്സ് മൊത്തം സൈക്ലിംഗ് കൂടെ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7ാം ക്ലാസ്സും സൈക്കിൾ ഓടിക്കാനും അറിയാവുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രൊബേഷൻ കമ്പനി റൂൾ അനുസരിച്ച് പ്രൊബേഷൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും കൺഫർമേഷൻ ആവുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.kerala.psc.gov.in സൈറ്റിൽ പോവുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അഡ്രസ്, പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ യൂസർ IDയും പാസ്വേഡ് ഉപയോഗിച്ച് പിന്നീട് എത്ര പോസ്റ്റിന് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും. മൊബൈൽ ഉപയോഗിച്ച് പോലും അപേക്ഷിക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈൽ യൂസർ IDയും പാസ്വേഡ് ഉപയോഗിച്ച് ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റിയും ഉണ്ടായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ളവരാണ് അതിന്റെ ഒരു കോപ്പി കൂടെ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ, ഇന്റർവ്യൂ വിളിക്കുന്ന സമയത്തോ, ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെ ഒരു ID പ്രൂഫ് ആയിട്ട് നമുക്ക് അത് വിനിയോഗിക്കാൻ പറ്റും എന്ന കാര്യം പ്രത്യേകം. അതിനായിട്ട് നിങ്ങൾ ആധാറിന്റെ ഒരു കോപ്പി കൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ PSCക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നുമില്ല. ഓൺലൈനായിട്ട് അപേക്ഷയിൽ മാത്രം മതിയാവും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സത്യസന്ധമായ വിവരങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക. അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട അവസരം വന്നാൽ പ്രയോജനം ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട OMR ടെസ്റ്റോ, ഓൺലൈൻ ടെസ്റ്റോ, റിട്ടേൺ ടെസ്റ്റോ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ റെഡി ആയ കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കൺഫർമേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് കൊടുത്താൽ മതിയാവും. അത് നിർബന്ധമായും ശ്രദ്ധിക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് അതിന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 2025 ഡിസംബർ 3 മുമ്പ് www.kerala.psc.gov.in സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കോപ്പി ഇവിടെ ലഭ്യമാണ്. ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.